നമസ്കാരം. ഡെയിലി ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗുരുപൂജയെയും ഭാരതമാതാവിനെയും എതിർക്കുന്നവർ അയ്യപ്പ ഭക്തരായി നടിക്കുന്നു എന്ന് ഗവർണർ. NSSനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ജി സുകുമാരൻ നായരുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പത്തനംതിട്ടയിൽ ജി സുകുമാരൻ നായർക്കെതിരെ ബാനർ. റിയാദിൽ പാർപ്പിട വാണിജ്യ വാടക പ്രതിവർഷം വർദ്ധിപ്പിക്കുന്ന സമ്പ്രദായം 5 വർഷത്തേക്ക് വിലക്കി. ഇന്നു മുതൽ 5 വർഷത്തേക്ക് വാടക വർദ്ധിപ്പിക്കുന്നത് വിലക്കുന്ന തീരുമാനം മന്ത്രിസഭ അംഗീകരിച്ചു. നിലവിലുള്ള വാടക കരാറുകൾക്കും പുതിയ കരാറുകാർക്കും ബാധകം. കുവൈറ്റിലെ 6 ഗവർണറേറ്റുകളിലെയും സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയയിലുമുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് രാത്രി 12 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ അനുമതിയില്ല. തീരുമാനം റെസ്റ്റോറൻറ്റുകൾക്കും ബാധകം. പ്രധാന വാതിലുകൾ അടച്ച ശേഷം ഓർഡർ ഡെലിവറിക്ക് അനുവാദം. സംസ്ഥാനത്ത് തീവ്ര മഴ മുന്നറിയിപ്പ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡി രാജ CPI ജനറൽ സെക്രട്ടറിയായി തുടരും. പ്രായപരിധിയിൽ ഇളവ് നൽകാൻ CPI ദേശീയ കൗൺസിൽ തീരുമാനം. എതിർപ്പ് രേഖപ്പെടുത്തി കേരള ഘടകം. വിഷയത്തിൽ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൽ ഗുരുപൂജയെയും ഭാരതമാതാവിനെയും എതിർക്കുന്ന ചിലർ അയ്യപ്പ ഭക്തരായി നടിക്കുകയാണെന്ന് ഗവർണർ പറഞ്ഞു. നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന സർഗ സംവാദ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനിടെയാണ് അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. കേരളത്തിൽ ഗുരുപൂജയെയും ഭാരതമാതാവിനെയും എതിർക്കുന്ന ചിലർ അയ്യപ്പ ഭക്തരായി നടിക്കുന്നുവെന്നും ഗവർണർ കോഴിക്കോട് പറഞ്ഞു. ഇത് രാഷ്ട്രീയ നയമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന സർഗ സംവാദ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The people who have been opposing our culture, people who have very reservations or criticizing Guru Puja, people who are criticizing Bharat Mata, they all pretend to be Sabrimala's devotees. I don't know from where this culture has come. I don't doubt about their sanctity in their minds. If you really have that sanctity, if you really have those principles and those power in your minds, come out openly and tell us. ഗുരുപൂജയും ഭാരതമാതാവും രക്തത്തിൽ അലിഞ്ഞ സംസ്കാരമാണെന്നും അത് അവഗണിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSSുമായി ബന്ധമുണ്ടെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രം വിവാദമായെങ്കിലും ഗുരുപൂജയും ഭാരതമാതാവും സംസ്കാരത്തിന്റെ ഭാഗമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇടതുപക്ഷത്തോട് അടുക്കുന്ന NSS നിലപാടിൽ സൂക്ഷ്മതയോടെ ഇടപെടാൻ KPCC നേതൃത്വം. പെരുന്നയിലെത്തി കൂടിക്കാഴ്ച നടത്താനാണ് തയ്യാറെടുക്കുന്നത്. ശബരിമല വിഷയത്തിൽ കേസുകൾ പിൻവലിക്കാത്ത സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടും. ആചാര സംരക്ഷണത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾക്ക് കൂടുതൽ പ്രചരണം നൽകും. അയ്യപ്പ സംഗമത്തിനു ശേഷം NSSന്റെ നിലപാട് മാറ്റത്തിൽ അമ്പരന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. യുവതീ പ്രവേശന സമയം മുതൽ ഇടതുപക്ഷത്തോടുള്ള പ്രതിഷേധം പരസ്യമാക്കിയ NSS പക്ഷേ സമദൂര നിലപാടിൽ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ സമദൂരം വിട്ട് ഇടതിലേക്ക് ശരിദൂരം സ്വീകരിക്കുന്ന NSSന്റെ സമീപനം കനത്ത തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ്. അതിനാൽ പെരുന്നയിലെത്തി കൂടിക്കാഴ്ച നടത്താനാണ് KPCC നേതൃത്വം തയ്യാറെടുക്കുന്നത്. രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ ജി സുകുമാരൻ നായരുമായി അനുനയ നീക്കത്തിന് ശ്രമിക്കുകയാണ്. ശനിയാഴ്ച ചങ്ങനാശ്ശേരിയിൽ NSS പ്രതിനിധിസഭ ചേരും. യോഗത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെരുന്നയിൽ നിന്നുള്ള നീക്കത്തെ കരുതലോടെ വീക്ഷിക്കുകയാണ് കോൺഗ്രസ്. യുവതീ പ്രവേശന സമയത്തെ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകാത്ത സർക്കാരിന്റെ ഇരട്ടത്താപ്പ് കോൺഗ്രസ് തുറന്നുകാട്ടും. ആചാര സംരക്ഷണത്തിൽ കോൺഗ്രസിന്റേത് ഉറച്ച നിലപാടാണെന്ന് ബോധ്യപ്പെടുത്തും. NSSനെ വിമർശിക്കരുതെന്നും ജാഗ്രതയോടെ പ്രതികരിക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. NSS ഉൾപ്പെടെ ഒരു സമുദായ സംഘടനയുമായും കോൺഗ്രസിനോ UDF-നോ തർക്കങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സമുദായ നേതാക്കൾ പറയുന്നത് മുഴുവൻ അണികൾ കേൾക്കണമെന്നില്ല എന്നാണ് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭന്റെ പ്രതികരണം. അയ്യപ്പ സംഗമത്തിൽ NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകൾക്ക് അവരുടെ തീരുമാനമെടുക്കാമെന്നും അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനെയും വിമർശിച്ചു. ശബരിമലയിലെ ആചാര ലംഘനം നടത്തുന്ന സമയത്ത് ഞങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ അത് സംരക്ഷിക്കാൻ. ആചാര ലംഘനം നടത്തുന്നത് നവോത്ഥാനമാണ് എന്ന് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് ആചാരമൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. തെറ്റുകൾ അംഗീകരിച്ച് തിരുത്താനാണെങ്കിൽ അതിനുള്ള അവസരമോ സന്നദ്ധതയോ പ്രകടിപ്പിക്കാതെ നടത്തിയ സംഗമത്തോടാണ് കോൺഗ്രസും UDF-ഉം അതിൽ നിന്ന് വിട്ടുനിന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. മുന്നോക്കക്ഷേമ കമ്മീഷൻ രൂപീകരിച്ചതും മന്നൻ ജയന്തിക്ക് അവധി കൊടുത്തതും UDF ആണെന്നും മന്നൻ ജയന്തി ദിനത്തിൽ യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തെത്തിച്ചത് LDF സർക്കാരാണെന്നും K. മുരളീധരൻ വിമർശിച്ചു. സർക്കാർ യു-ടേൺ എടുത്തതെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ആക്ഷേപം. സമുദായ നേതാക്കൾ പറയുന്നത് മുഴുവൻ അണികൾ കേൾക്കണമെന്നില്ല എന്നും NSS-ന് പ്രയോജനമുള്ളതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ നിലപാട് മാറ്റമെന്നും CK പത്മനാഭൻ പറഞ്ഞു. ശബരിമലയിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് പ്രതികരിച്ചു. ശബരിമല വിഷയത്തിലെ NSS നിലപാട് സുകുമാരൻ നായരുടെ അഭിപ്രായം മാത്രമാണ് കാണുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞു. അതേസമയം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗം കെട്ടിടത്തിന് മുമ്പിൽ ബാനർ കെട്ടി പ്രതിഷേധിച്ചു. കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി സുകുമാരൻ നായർ മാറിയെന്നാണ് ബാനറിലെ പരാമർശം. സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടെന്നും ബാനറിൽ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അഗ്നി പ്രൈം മിസൈൽ വിജയകരമായി വിക്ഷേപിച്ച ഇന്ത്യ. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ കോച്ചിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത്. DRDO ആണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ട്രെയിൻ കോച്ചിൽ നിന്ന് ഇന്ത്യ നടത്തിയ ആദ്യ മിസൈൽ പരീക്ഷണമാണിത്. 2000 കിലോമീറ്റർ പ്രഹരശേഷിയിൽ ചൈനയും പാകിസ്ഥാനും താണ്ടുവാനുള്ള കരുത്തുള്ള അത്യാധുനിക ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം. ഈ മിസൈൽ പരീക്ഷണ വിജയത്തിൽ DRDOയെയും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനെയും പ്രതിരോധ സേനകളെയും രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. വിവാദങ്ങൾക്കിടയിൽ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാജിവെച്ചു. NM വിജയൻ്റെ മരണം ഉൾപ്പെടെ ജില്ലയിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടരുന്നതിനിടയിലാണ് DCC പ്രസിഡന്റ് സ്ഥാനം ND അപ്പച്ചൻ ഒഴിഞ്ഞത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ND അപ്പച്ചൻ നടത്തിയ പരാമർശം സ്ഥാനമാറ്റത്തിന് കാരണമായി എന്നാണ് സൂചന. വയനാട് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിലാണ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും ND അപ്പച്ചന്റെ പടിയിറക്കം. സ്വയം ഒഴിഞ്ഞെന്ന് KPCC നേതൃത്വം പറയുമ്പോഴും പ്രിയങ്ക ഗാന്ധിയെ പിണക്കിയതാണ് അപ്പച്ചന്റെ സ്ഥാനമാറ്റത്തിന് കാരണമെന്നാണ് സൂചന. പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശന പരിപാടികൾ പാർട്ടിയുമായി ആലോചിച്ചല്ല നിശ്ചയിക്കുന്നതെന്ന് അപ്പച്ചൻ ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചിരുന്നു. ഈ പരാമർശം പ്രിയങ്കയെ ചൊടിപ്പിച്ചു. അധ്യക്ഷനെ മാറ്റണമെന്ന് ഇവർ നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ KPCC യോഗത്തിൽ തന്നെ ഒഴിവാക്കി തരണമെന്ന് അപ്പച്ചൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിർബന്ധപൂർവ്വം രാജി എഴുതി വാങ്ങിയെന്നാണ് സൂചന. മാറ്റിയ കാര്യം തന്നോട് നേതൃത്വം അറിയിച്ചിട്ടില്ലെന്നും പാർട്ടിയെ അനുസരിക്കുമെന്നും അപ്പച്ചൻ പ്രതികരിച്ചു. സന്തോഷത്തോടെ സ്വീകരിക്കും. KPCC നേതൃത്വം പറയാണ് മാറണമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിക്കുക. അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുക. അപ്പച്ചന് പകരം കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ TJ ഐസക്കിനെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയന്റെ പേര് പരിഗണിച്ചെങ്കിലും സാമുദായ സമവാക്യം ഐസക്കിനെ തുണയ്ക്കാനാണ് സാധ്യത. രതീഷ് കുഞ്ചത്തൂർ, അമൃത ന്യൂസ്, വയനാട്. ആത്മഹത്യ ചെയ്ത വയനാട് മുൻ DCC ട്രഷറർ NM വിജയൻ്റെ വീടിൻ്റെ ആധാരം ബത്തേരി അർബൻ ബാങ്ക് കുടുംബത്തിന് കൈമാറി. ലോൺ ബാധ്യത KPCC കഴിഞ്ഞ ദിവസം അടച്ചു തീർത്തിരുന്നു. 2 ജീവൻ്റെ വിലയുള്ള ആധാരമെന്നും പാർട്ടി നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ 2 ജീവനുകൾ നഷ്ടമാകില്ലായിരുന്നുവെന്നും മരുമകൾ പത്മജ പ്രതികരിച്ചു. യാചിച്ച് പറഞ്ഞപ്പോഴും ഇവരിത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 ജീവൻ ഉണ്ടായേനെ. അപ്പൊ ഈ 3 കാര്യങ്ങളായിരുന്നല്ലോ അന്ന് കരാറിലുണ്ടായിരുന്നത്. അപ്പൊ ആ കരാർ പൂർണ്ണമാക്കിയോ? എന്താണ് അതിന്റെ ഇനി? അതെ, ആദ്യം അവർ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നത് NM വിജയന്റെ എല്ലാ ബാധ്യതകളും തീർക്കുന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് അവർ ഏകപക്ഷീയമായി ഈ 3 കാര്യങ്ങളെ KPCCക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ, അത്രേ KPCCയുടെ ഫണ്ട് ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളത് എഗ്രിമെന്റ് ഓക്കെ പറഞ്ഞതാണ്. ആ എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തോടുകൂടി തീർന്നിരിക്കുകയാണ്.
ലൈംഗിക അതിക്രമ കേസിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പാലക്കാടേക്കുള്ള തിരിച്ചുവരവ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണയോടെ. MLA എന്ന നിലയിൽ രാഹുലിന്റെ പൂർണ്ണ പിന്തുണ നൽകാനാണ് KPCC നേതൃത്വം DCCയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പേരിന് പുറത്താക്കുകയും സംരക്ഷണ വലയം തീർക്കുകയുമാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. 38 ദിവസത്തിന് ശേഷം ഇന്നലെ പാലക്കാട് മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ തന്നെ തുടരാനാണ് തീരുമാനം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KPCC സെക്രട്ടറി MP VK ശ്രീകണ്ഠൻ തുടങ്ങിയവരെ അറിയിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് എത്തിയത്. MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട പിന്തുണ നൽകാൻ KPCC നേതൃത്വം നിർദ്ദേശം നൽകിയതായി DCC പ്രസിഡന്റ് തങ്കപ്പൻ സ്ഥിരീകരിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിന് പുറത്താകുകയും പുറമെ സംരക്ഷണം തീർക്കുകയുമാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും VD സതീശന്റെ വാക്കിന് ആരും വില കൽപ്പിക്കുന്നില്ല എന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും പറഞ്ഞു. രാഹുലിന്റെ കാര്യത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് നിലപാട് ജനങ്ങളെ കബളിപ്പിക്കലാണെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. രാഹുലിനെതിരെ നടപടി നിലനിൽക്കുകയാണെങ്കിലും മുന്നിൽ കണ്ടാൽ മിണ്ടാതെ പോകാനാകുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. PJ പൗലോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവിന്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു. അവര് അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയമില്ലാത്ത ആളെ പോലെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് പാർട്ടിയിൽ നിന്ന്. ഇന്നുവരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ല. ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ ഇവിടെ വെച്ച് കാണാതെ പോവോ? വണ്ടി കയറി പോവോ? കാണാതെ പോവോ? എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? രാഹുൽ മണ്ഡലത്തിൽ പോകട്ടെ എന്നും ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് വരുമ്പോൾ നോക്കാമെന്നുമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ പ്രതികരണം. അത് MLA അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയിക്കോട്ടെ, നമുക്ക് അതിന് തലയിടേണ്ട ആവശ്യമുണ്ട്. നിയമസഭയിലേക്ക് അധികം വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെറുതെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യിക്കേണ്ട കാര്യമില്ല. പിന്നെ നിയോജകമണ്ഡലത്തിൽ MLA പോകരുതെന്നും പറയാൻ നിവൃത്തിയില്ല. അത് പോയിക്കോട്ടെ. അധികം പരിപാടിയൊന്നും വരെ പങ്കെടുത്തിട്ടില്ല. സാധാരണ രീതിയിൽ മരണ വീടുകളും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. അതിൽ MLAക്ക് സാധാരണ ഉണ്ടല്ലോ, ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരണമല്ലോ. ഇപ്പൊ അദ്ദേഹം MLA ആണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, കാത്തിരിക്കാം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. അന്തരിച്ച KPCC സെക്രട്ടറി പൗലോസിന്റെ സംസ്കാര ചടങ്ങിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് മണ്ഡലത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ആദ്യ ദിനം തുടർന്ന പ്രതിഷേധം BJPയും DYFIയും തുടരാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി കൊച്ചിയിൽ പിടിച്ച ഫസ്റ്റ് ഓണർ വാഹനം മലയാളിയുടേതെന്ന് സംശയം. അസം സ്വദേശി മാഹിൻ അൻസാരി എന്നായിരുന്നു RC ബുക്കിലെ മേൽവിലാസം. എന്നാൽ വ്യാജ മേൽവിലാസം നൽകി വാഹനം ഇറക്കിയത് മൂവാറ്റുപുഴ സ്വദേശി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഓപ്പറേഷന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകൾ നടത്താനാണ് കസ്റ്റംസിന്റെ തീരുമാനം. കൊച്ചി കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്നും പിടിച്ചെടുത്ത വാഹനത്തിന്റെ എഞ്ചിൻ നമ്പർ പരിശോധിച്ചതിൽ നിന്നാണ് അസം സ്വദേശി മാഹിൻ അൻസാരി എന്ന പേര് കസ്റ്റംസിന് ലഭിച്ചത്. എന്നാൽ വാഹനം ഇറക്കിയത് മൂവാറ്റുപുഴ സ്വദേശി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇയാളെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കസ്റ്റംസ്. അസമിൽ ഇതേ പേരിലും മേൽവിലാസത്തിലും മറ്റൊരാൾ ഉണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. 2 ആഴ്ച മുൻപാണ് വാഹനം കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. ഇവിടെ നിറമാറ്റം വരുത്താനായിരുന്നു നീക്കം. അതേസമയം ഓപ്പറേഷൻ നുംഖോറുമായി ബന്ധപ്പെട്ട മറ്റ് അന്വേഷണങ്ങൾ തുടരുകയാണ്. 150ഓളം വാഹനങ്ങളിൽ ഇതുവരെ 38 എണ്ണം പിടിച്ചെടുത്തു. ദുൽഖർ സൽമാൻ അടക്കമുള്ളവർക്ക് നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ദുൽഖറിന്റേതെന്ന് കരുതുന്ന 2 കാറുകൾക്കായി തെരച്ചിൽ തുടരുകയാണ്. അമിത് ചക്കാലക്കലിന് കോയമ്പത്തൂരിലെ വാഹന മാഫിയയുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി. ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന് പലസ്തീൻ അംബാസഡർ അബ്ദുള്ള മുഹമ്മദ് അബു സാവിഷ്. കേരള സർക്കാർ പലസ്തീന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഗസയിൽ ഇസ്രയേൽ നടത്തുന്നത് വംശീയ ഉന്മൂലനമാണ്. ഇത് രാജ്യാന്തര നിയമങ്ങളുടെ പ്രശ്നമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചിയിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഗാസ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തും. രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ചർച്ചകൾ നടത്തുന്നത്. നിയമപോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ നടത്തിയതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും നടത്താനാണ് നീക്കം.
SIR നടപ്പിലാക്കുന്നത് തടയാനാവില്ലെന്ന് സുപ്രീം കോടതി കൂടി നിലപാടെടുത്തതോടെയാണ് നടപടികളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നത്. എന്നാൽ രാജ്യവ്യാപക SIRലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തത്. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിരുന്നു. ഇതേ രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ യോഗം ചേരാനാണ് നീക്കം. പോണ്ടിച്ചേരിയിൽ ഇതിനോടകം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയായിട്ടുണ്ട്. പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം. ബീഹാറിൽ SIRുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെങ്കിലും ജൂണിൽ തുടങ്ങിയ നടപടികൾ 6 മാസമാണ് നീണ്ടുപോയത്. ജനുവരിയിൽ നടപടി പൂർത്തിയാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ എതിർപ്പുകൾ വന്നാൽ കമ്മീഷൻ ഉദ്ദേശിക്കുന്ന സമയപരിധിക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളെ ഉൾപ്പെടെ വിശ്വാസത്തിലെടുത്ത് SIR നടപടികളുമായി മുന്നോട്ടു പോകാൻ കമ്മീഷൻ തീരുമാനിച്ചത്. SIR നടപ്പിലാക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമവായ നീക്കം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത സംയുക്ത പാർലമെന്ററി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സാമ്പത്തിക സാഹചര്യങ്ങൾ കൂടി കണക്കിലാക്കുമ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ നല്ലതാണെന്നാണ് കമ്മീഷൻ യോഗത്തെ അറിയിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകൾ ഓറഞ്ച് അലർട്ടിലാണ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തി. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. അടുത്ത 3 ദിവസം കേരളത്തിൽ ഇടവിട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമാകുന്നതിന്റെ ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമെങ്കിൽ മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ 27-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദ് നഗരത്തിൽ പാർപ്പിട വാണിജ്യ വാടക പ്രതിവർഷം വർദ്ധിപ്പിക്കുന്ന സമ്പ്രദായം ഇന്നു മുതൽ 5 വർഷത്തേക്ക് വിലക്കി. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ നിർദ്ദേശാനുസരണം റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റി നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 25 മുതൽ 5 വർഷത്തേക്ക് വാടക വർദ്ധിപ്പിക്കുന്നത് വിലക്കുന്ന തീരുമാനം മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. റിയാദ് നഗരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വാടക കരാറുകളിൽ വാർഷിക വാടക വർധനവ് ഇന്നു മുതൽ 5 വർഷത്തേക്ക് താൽക്കാലികമായി വിലക്കിയിട്ടുണ്ട്. നിലവിലുള്ള വാടക കരാറുകൾക്കും പുതിയ കരാറുകൾക്കും ഇത് ഒരുപോലെ ബാധകമാണ്. ഇതനുസരിച്ച് നിലവിലുള്ളതോ പുതിയതോ ആയ കരാറുകളിൽ നേരത്തെ പരസ്പരം സമ്മതിച്ചിട്ടുള്ള വാടക കെട്ടിട ഉടമ വർദ്ധിപ്പിക്കാൻ പാടില്ല. സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ മാക്സ് 7 കൂട്ടായ്മ സൗദി അറേബ്യയുടെ 95-ാം ദേശീയ ദിനം ആഘോഷിച്ചു. ജിദ്ദ, ഷറഫിയ, ഖാലിദ് ബിൻ വലീദ് അടക്കമുള്ള വിവിധ ഏരിയകളിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നത്. മാക്സ് 7 അംഗങ്ങളും കുട്ടികളും സൗദി ദേശീയ പതാകയും ഷാളുകളും കൂടി ഘോഷയാത്രയായി നടത്തി. സാമ്പത്തികവും സാമൂഹികവുമായ പരിവർത്തനങ്ങളുടെ ഭാഗമായി 100-ലേറെ നിയമനിർമ്മാണത്തിന് കുവൈറ്റ് തയ്യാറെടുക്കുന്നു. ദേശീയ അഭിലാഷങ്ങൾക്കനുസൃതമായി നിലവിലുള്ള നിയമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള സമഗ്രമായ ഒരു പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. നിയമനിർമ്മാണ സംവിധാനത്തെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ദേശീയ പദ്ധതിയുടെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് നീതിന്യായ മന്ത്രി കൗൺസിലർ നാസർ അൽ സുമേദ് മന്ത്രിസഭയിൽ ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. 24 മാസത്തെ കാലയളവിനുള്ളിൽ നിലവിലുള്ള നിയമങ്ങളുടെ 25% അവലോകനം ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. ചേംബർ ഓഫ് കോമേഴ്സ് സ്ഥാപിതമായിട്ട് 100 വർഷം പൂർത്തിയായതിൻ്റെ ഭാഗമായി മുംബൈയിൽ സംഘടിപ്പിച്ച ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റിൽ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈറ്റ് സജീവ പങ്കാളികളായി. ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സും ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിൽ കുവൈറ്റും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിൽ ICC പ്രസിഡന്റ് കൂടിയായ ജിൻഡാൽ സ്റ്റെയിൻലെൻസ്, മാനേജിംഗ് ഡയറക്ടർ ശ്രീ അബിദുയ ജിൻഡാൽ, IBPC കുവൈറ്റ് ചെയർമാൻ ശ്രീ കൈസർ ടി ഷാക്കീർ എന്നിവർ MOU ഒപ്പുവച്ചു. ചടങ്ങിൽ ICCയുടെ കുവൈറ്റ് പ്രതിനിധിയും IBPC കുവൈറ്റിലെ മുൻ ചെയർമാനുമായ ശ്രീ SK വധാവൻ,
IBPC കുവൈറ്റ് സെക്രട്ടറി ശ്രീ സുരേഷ് KP, ജോയിന്റ് സെക്രട്ടറി ശ്രീ സുനിത് അരോറ എന്നിവരും പങ്കെടുത്തു. വ്യാപാര വികസനം, നിക്ഷേപ സൗകര്യങ്ങൾ, സാങ്കേതിക സഹകരണം, കൺസൾട്ടൻസി സേവനങ്ങൾ, സംയുക്ത ബിസിനസ് പ്രതിനിധി സംഘങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള അടിത്തറയായാണ് ഈ MOU. കുവൈറ്റിലെ 6 ഗവർണറേറ്റുകളിലെയും സ്വകാര്യ റെസിഡൻഷ്യൽ ഏരിയകളിലുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് രാത്രി 12 മണിക്ക് ശേഷം പ്രവർത്തിക്കാൻ അനുമതിയില്ല എന്ന് കുവൈറ്റ് നഗരസഭ. തീരുമാനം റെസ്റ്റോറൻറ്റുകൾക്കും ബാധകമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ഒന്നിലധികം കവാടങ്ങളും പ്രത്യേക സർവീസ് ഡോറുകളുമുള്ള കടകൾക്ക് പ്രധാന വാതിലുകൾ അടച്ച ശേഷം ഓർഡർ ഡെലിവറിക്ക് മാത്രം അനുവാദമുണ്ട്. എന്നാൽ ഈ സ്ഥാപനങ്ങൾക്ക് നേരിട്ടുള്ള വിൽപ്പന നടത്താനോ പാർക്കിംഗ് ഏരിയകളിൽ പോലെയുള്ള പരിസരങ്ങളിൽ വെച്ച് ഡെലിവറി നടത്താനോ അനുമതിയില്ല. ഓർഡറുകൾ പുറത്ത് എത്തിച്ചു നൽകുക മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. ഈ പുതിയ സമയപരിധി റെസിഡൻഷ്യൽ മേഖലകളിലെ താമസക്കാരുടെ സ്വസ്ഥത ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് നടപ്പാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയുടെ 95ാമത് ദേശീയ ദിനത്തിൽ ജിദ്ദയിലെ അൽറുവൈസിലുള്ള IMC ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് ജിദ്ദ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് നടത്തി. CTP ഇസ്മായിൽ വണ്ടൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അഹമ്മദ് ഷേഖ് ആശംസ അറിയിച്ചു. രക്തദാനം ചെയ്യുന്നത് തുല്യതയില്ലാത്ത കാരുണ്യ പ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമ്മ എന്നാൽ സ്നേഹവും കാരുണ്യവും സാന്ത്വനവുമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയായിരുന്നു മന്ത്രി. കാരുണ്യത്തിൻ്റെ കടലായ അമ്മയുടെ ജന്മദിനം ഒരുപാട് പേർക്ക് സന്തോഷം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പിറന്നാളിനോടനുബന്ധിച്ച് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സ്ത്രീ ശാക്തീകരണ മേഖലയിലുമെല്ലാം പുതിയതായി ഒട്ടേറെ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. പിറന്നാൾ ദിനത്തിൽ നിരവധി ജീവകാരുണ്യ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാകുന്ന കാര്യമായി കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ കണ്ണീരൊപ്പാൻ മഠത്തിനും അമ്മയ്ക്കും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ജന്മദിന ദിവസം ഏറ്റവും സന്തോഷകരമായ കാര്യം. പാവപ്പെട്ടവരെ സേവിക്കുക, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കുക, അതിനുവേണ്ടിയുള്ള കർമ്മപദ്ധതികൾ രൂപം നൽകുക. അതിലൂടെ നമ്മുടെ ലോകത്തെമ്പാടും നമ്മുടെ രാജ്യത്തും നിരവധി ആൾക്കാർക്ക് സഹായമാകാൻ കഴിയുന്ന പദ്ധതിയിലൂടെയാണ് അമൃതാനന്ദമയി ദേവിയുടെ പ്രവർത്തനവും മഠത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പാവപ്പെട്ടവർക്ക് ഇതിനോടകം തന്നെ 1 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിയും. കോവിഡ് ഘട്ടത്തിലും അതോടൊപ്പം ഒട്ടേറെ കാര്യങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുനാമി ഘട്ടത്തിലും എല്ലാം ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ പങ്കുചേർന്നു എന്നുള്ളത് ഇതോടകം തന്നെ ദർശിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അമ്മയെന്നാൽ സ്നേഹമാണെന്നും സാന്ത്വനമാണ്, കരുണീയമാണ് എന്നൊക്കെയുള്ള ലോകം മുഴുവനുള്ള ചിന്തകൾക്ക് ഇടം കൊടുക്കുവാൻ അമ്മയുടെ പ്രവർത്തനങ്ങൾക്കും മഠത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷത്തോടുകൂടി കാണുന്നു. എല്ലാവിധമായ ആശംസകളും ഈ ഘട്ടത്തിൽ നേരാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്ത്രീ ശാക്തീകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സമസ്ത മേഖലകളിലും അമ്മയുടെയും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെയും സേവനം വളരെ വലുതാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ലോകത്തിന് മുഴുവൻ സേവനം ചെയ്യുന്ന അമ്മയ്ക്ക് തൻ്റെയും സഹപ്രവർത്തകരുടെയും പിറന്നാൾ ആശംസകൾ നേരുന്നതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. On the 27th of September, we are all celebrating Sri Mata Amritanandamayi Devi Ji's 72nd birthday at Amritapuri. When it comes to healthcare, education, women's empowerment, Amritanandamayi Madam and Amma has done tremendous work for people in our country, in our state and all over the world. People around the world recognize the huge impact that the Madam has made and Ammaji's outlook has made to their lives and to their families. As we celebrate her 72nd birthday, let us also remember 25 കൊല്ലം മുമ്പേ അമ്മ യുണൈറ്റഡ് നേഷനിൽ മലയാളത്തിൽ സംസാരിച്ചു, മലയാളത്തിൽ പ്രസംഗിച്ചു. This is the 25th anniversary of the day that our beloved Ammaji spoke in the United Nations in Malayalam to the audience in the United Nations. അമ്മയ്ക്ക് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും
പെരുന്നാൾ ആശംസകൾ പറയുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. ഹൃദയത്തിലേക്ക് ആത്മചൈതന്യം പകരുന്ന സാന്ത്വനമാണ് അമ്മയെന്ന് മോഹൻലാൽ. മനുഷ്യ മനസ്സുകളെ അലട്ടുന്ന ആത്മസംഘർഷങ്ങൾക്കുള്ള ഉത്തരം അമ്മയുടെ പക്കലുണ്ട്. സ്നേഹാലിംഗനത്തിലൂടെ സകലരുടെയും ദുഃഖങ്ങൾ അലിയിക്കുന്ന അമ്മയുമായി തനിക്കുള്ളത് പതിറ്റാണ്ടുകളുടെ ബന്ധമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. അമ്മ തന്നിലേക്ക് ആത്മചൈതന്യം പകരുന്നതായി പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ മോഹൻലാൽ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളും നേർന്നു. ലോകത്തുള്ള എല്ലാവരെയും മക്കളായി കാണുന്ന അമ്മ, സ്നേഹാലിംഗനത്തിലൂടെ സകലരുടെയും ദുഃഖങ്ങൾക്ക് സാന്ത്വനം പകരുന്ന സ്നേഹനിധിയായ അമ്മ. മതാമൃതാനന്ദമയി അമ്മയെ അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? അമ്മയുമായി 5 പതിറ്റാണ്ടിലേറെയായി എനിക്ക് ആത്മബന്ധമുണ്ട്. മനുഷ്യ മനസ്സിനെ അലട്ടുന്ന സംശയങ്ങൾക്കും ആത്മസംഘർഷങ്ങൾക്കുമുള്ള ഉത്തരം എപ്പോഴും അമ്മയുടെ പക്കലുണ്ടാവും. ലോകം എമ്പാടുമുള്ള കോടിക്കണക്കിന് മക്കളിൽ ഒരാളായി എന്നെയും ചേർത്ത് പിടിക്കുമ്പോൾ ഹൃദയത്തിലേക്ക് അമ്മ പകരുന്ന സാന്ത്വനം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. പതിറ്റാണ്ടുകളുടെ ആത്മജ്ഞാനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട അമ്മയുടെ ചൈതന്യം എന്നിലേക്കും പകരുന്നതായി അനുഭവപ്പെടാറുണ്ട്. നമുക്കറിയാം എത്രയെത്ര ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അമ്മയുടെ നേതൃത്വത്തിൽ കാലങ്ങളായി നടത്തപ്പെടുന്നു. എത്രയേറെ ജീവിതങ്ങൾക്ക് താങ്ങും തണലും സാന്ത്വനവും അമ്മ നൽകി വരുന്നു. വ്യക്തിപരമായ ആഘോഷങ്ങളിൽ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല എങ്കിലും സെപ്റ്റംബർ 27 അമ്മയുടെ ജന്മദിനത്തിന് നമ്മൾ മക്കൾക്ക് അതൊരു ആഘോഷം തന്നെയാണ്. അമ്മയുടെ സ്നേഹവും കാരുണ്യവും എന്നും ഈ ലോകം മുഴുവൻ നിറയട്ടെ. നമഃശിവായ. അമ്മയ്ക്ക് ഈ മകൻ്റെ പിറന്നാൾ ദിനാശംസകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.